പ്രാണൻ നമ്മൾ ഈ ശരീരത്തിൽ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വം തന്നെ പ്രാണനാണ്. ഇത് ഇപ്പം നമുക്കറിയാം, പഞ്ചഭൂതങ്ങളിൽ ആദ്യ ഘടകം ഭൂമിയാണ്. ഭൂമിക്ക് മുകളിൽ ജലം, ജലത്തിൻ്റെ മുകളിൽ അഗ്നി, അഗ്നിക്ക് മുകളിൽ വായു, വായുവിന് മുകളിൽ ആകാശം എന്നുള്ള തത്വങ്ങൾ പോലെ ഈ 5 എലമെൻസും കൂടി ചേർന്നതാണ് നമ്മുടെ പ്രാണൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ നിലനിൽപ്പ് ഇതെപ്പോഴും മനുഷ്യൻ മനസ്സിലാക്കാതെ പോകുന്ന ഒരു ഘടകമുണ്ട്. എപ്പോഴും 5 ഇന്ദ്രിയങ്ങളും കൊണ്ട് പുറമേയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കിട്ടുന്നതെല്ലാം ആനന്ദമാണെന്ന് അവൻ തെറ്റിദ്ധരിക്കുന്നു. അവൻ അല്പത്തെ അറിഞ്ഞുകൊണ്ട് സ്വയമേയുള്ള പരമാനന്ദത്തെ അറിയാതെ പോകുന്നു. പുറമേയുള്ള എന്തിനെ അനുഭവിക്കുമ്പോഴും അകമേ ഇരിക്കുന്ന ഒന്നാണ് സുഖം നൽകുന്നത്. എന്നാൽ അതിനെ എളുപ്പം നമുക്ക് അറിയാൻ സാധിക്കില്ല. അത് 5 ഇന്ദ്രിയങ്ങൾക്കും അതിലേക്ക് അലിയാനായി, പ്രത്യാഹാരം സംഭവിക്കാനായിട്ട് ഒരു ക്രമീകരണം ഒരുങ്ങണം. എന്താണ് ഒരു ഗുരുവിൻ്റെ ദൗത്യം? എന്താണ് ഒരു ഗുരു ചെയ്തു നൽകുന്നത് ശിഷ്യർക്കായി? നോക്കൂ, ആദിപ്രാണ എന്ന് പറഞ്ഞ് ഒരു രീതിയിൽ ഗുരുവിൻ്റെ പ്രാണമനുമായി ബന്ധിപ്പിക്കുന്നൊരു രീതിയുണ്ട്. ഗുരുവിൻ്റെ പ്രാണനാണ് ശിഷ്യനിലേക്ക് പ്രാപിക്കുന്നത്. അതിലൂടെയാണ് ശിഷ്യന് ധാരണ എന്ന് പറയുന്ന ഒന്ന് കൈവരുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു വ്യക്തിയുടെ അരികിൽ ആ വ്യക്തി വല്ലാത്ത സ്നേഹത്തിലും വല്ലാത്തൊരു കരുണയുടെ ഭാവത്തിലും വല്ലാത്തൊരു ആനന്ദത്തിലും ഇരിക്കുകയാണെങ്കിൽ ആ തൃപ്തിയുള്ള വ്യക്തിയോടൊപ്പം ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ വളരെ ഉത്സവപ്രദമായിട്ടുള്ള ഒരു ലഹരിയിലേക്ക് നിങ്ങളെത്തും. നിങ്ങൾക്ക് നിങ്ങളെ മറന്നു പോകും. നിങ്ങൾക്ക് ഓർക്കാനേ സമയം കിട്ടാത്ത രീതിയിൽ നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ വീട്ടിലാരെങ്കിലും ഒരു കല്യാണം നടക്കുമ്പോഴോ അല്ലെങ്കിൽ ചില ഫങ്ഷൻസ് വരുമ്പോഴോ ഒക്കെ വല്ലാത്തൊരു ഉന്മേഷമാണ്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളെ ആലോചിച്ച് വരാൻ പോകുന്ന കാര്യങ്ങളെ ആലോചിച്ച് നിങ്ങൾ നിൽക്കാറില്ല. ആ ഒരു പ്രസൻറ്റിൽ നിങ്ങൾ എൻജോയ് ചെയ്യാൻ നോക്കും. അതേപോലെ ആ വ്യക്തി ഒന്നും മിണ്ടിയില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലൊരു ഉന്മേഷവും ഊർജവും ഒരു ഉത്സാഹവും ഒക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ ഗുരു എന്ന് പറയുന്നത് ഒരാനന്ദമായിരിക്കുകയാണ്, പരമാനന്ദത്തിലിരിക്കുകയാണ്. ആ ഒരു പ്രസൻസ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളെ മറന്നു പോകും. നിങ്ങളെപ്പോഴും ഒരു 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 പരമാനന്ദത്തിൻ്റെ തൃപ്തികരമായ അവസ്ഥയിലായിരിക്കും. നിങ്ങൾ വെറുതെ ഇരുന്നാലും എന്തെങ്കിലും കിട്ടട്ടെ എന്നുള്ള രീതിയിൽ, മീൻസ് ഒന്നും വേണമെന്നില്ല, ഒന്നും പിടിച്ചെടുക്കണമെന്നില്ല, നിങ്ങളൊരു തൃപ്തിയിലായിരിക്കും. തൃപ്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈഗോയുടെ പിന്നാലെ ഓടി നടക്കുന്നത്. ഗുരു ഒരു തവണ ചില ആദിപ്രാണ ബന്ധപ്പെട്ടിട്ടിരിക്കുന്ന ചില ആളുകൾ അവരോട് ചിലപ്പോൾ എന്നോട് വിളിക്കുന്ന സമയത്ത് ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് അവിടെ നിൽക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ അവരെന്നോട് പറയും, ഗുരുജി നിങ്ങൾ ഇവിടെ വല്ല CCTV വല്ലതും വെച്ചിട്ടുണ്ടോ ഇവിടെ? എന്നുവെച്ചാൽ ഞാനിപ്പോൾ എവിടെയാണെന്ന് അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി, ഇവിടെ നിൽക്കുകയെന്ന് അങ്ങേക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കും. ആദിപ്രാണ ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരു ദിവ്യനേത്രമുള്ളൊരു ഗുരുവായിട്ടാണ്. ഏതൊരു കാര്യത്തിലും, അത് ആത്മീയപരമാണെങ്കിലും ഭൗതികപരമാണെങ്കിലും അത് ഗുരുവാണ് നിശ്ചയിക്കുന്നത് നിങ്ങൾക്കത് കിട്ടണോ വേണ്ട എന്നുള്ളത്. നിങ്ങളുടെ എൻഡോർ ഓഫ് ലൈഫ് മൊത്തമായിട്ട് ഒരാൾ ടേക്ക് കെയർ ചെയ്യുകയാണ്.
ഒരു മൂർത്തി എന്ന് വെച്ചാലും ഇങ്ങനെയാണ്. നമ്മൾ നിന്നു കൊടുത്താൽ മതി, നമുക്കെല്ലാം അത് നൽകിക്കോളും. ഇതേപോലെ തന്നെ ഗുരു ഏറ്റെടുക്കുകയാണ്. നിങ്ങൾ ഒഴുകുന്ന നദിയെപ്പോലെ നിന്നാൽ മതി, നിങ്ങളെ ഡ്രൈവ് ചെയ്യിച്ചോളും, നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും, നിങ്ങളായിട്ടൊരു എഫോർട്ടും എടുക്കാതെ. ഇതാണ് ആദിപ്രാണയുടെ രീതി. ഇതിൻ്റെ അടിസ്ഥാനം എപ്പോഴും പലപ്പോഴും ഞാൻ ചില പ്രപഞ്ച രഹസ്യങ്ങളെക്കുറിച്ച് പറയുമ്പം പലർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനത് പറയുന്നതും പലപ്പോഴും കുറച്ചിട്ടുമുണ്ട്. ദെയർ ഈസ് നോ ഗോഡ് എന്ന് പറയുമ്പം ചിലവർക്ക് കണ്ണ് വെളുക്കും. ഓ, ഗുരുജിയെ ദൈവം ചതിച്ചു, അതുകൊണ്ടാണ് ഗുരുജി അങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കും. എന്നാൽ നിങ്ങൾ ഈ ഈശ്വരത്വത്തിനെ ഇതിൻ്റെ നിഗൂഢമായിട്ടുള്ള വശങ്ങളിൽ അന്വേഷിക്കുന്നതിനുപരി നിങ്ങൾക്ക് സദാസമയം നിങ്ങൾക്കൊരു സ്വയമേയുള്ള പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ആനന്ദം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ ക്ലാരിറ്റി നിറഞ്ഞിരിക്കുകയാണെങ്കിൽ, ഇത് ഗുരുവാണ്. ഗുരുവുമായി ചേർന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു GPS ഇല്ലാതെ പോകുന്ന ഒരു വണ്ടിക്കാരനെ പോലെ ആവത്തില്ല. നിങ്ങൾക്ക് വേഗം എത്താൻ പറ്റും പലയിടത്തും. നിങ്ങളെ തൃപ്തികരമാക്കുന്ന, പലരും പറയും ഗുരുവിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ, നമുക്കെല്ലാം ഗുരുവല്ലേ, വൃക്ഷം ഗുരുവല്ലേ, മറ്റാൾ ഗുരു. അതെ, എല്ലാവരിൽ നിന്നും കേൾക്കുന്നതും ഉൾക്കൊള്ളുന്നതും ഒക്കെ വളരെ മികച്ച കാര്യങ്ങളാണ്. പക്ഷെ ഒരു ഗുരു എന്ന് പറയുന്നത് നിശ്ചിത അളവിലൊരു അറിവ് പകർന്നു നൽകുന്ന ഒരാൾ മാത്രമല്ല. അത് ബ്രഹ്മമാണ്, അത് ബ്രഹ്മത്തിൻ്റെ സ്വരൂപമാണ്. നിങ്ങൾ തേടി കണ്ടെത്താൻ പോകുന്നതും അതിനെയാണ്. നിങ്ങൾ ഈ ഇലൂഷനായിരിക്കുന്ന ഈ ബോഡിയിൽ, വെറും വായു കൊണ്ട് നിറച്ചു വെച്ചിരിക്കുന്ന ഈ ശരീരത്തിൽ, ഉണ്ടാവാത്തൊരു സൃഷ്ടിയിൽ നിങ്ങൾ എത്ര യുക്തിയോട് ചിന്തിച്ചിട്ടും അതിന് കിട്ടാൻ പോകുന്നില്ല എന്താണ് ഇതിൻ്റെ രഹസ്യം എന്നുള്ളത്. ഉണ്ടെങ്കിലല്ലേ രഹസ്യം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നുള്ളൂ. അവിടെ ഒരു ചൈതന്യമായി നിങ്ങൾ ബന്ധപ്പെട്ട് പോകുമ്പോഴേ നിങ്ങൾക്ക് ധാരണ എന്ന് പറയുന്നത് ഉണ്ടാവുന്നുള്ളൂ. ഗുരു നോട്ട് വേർഡ്സ്. ഗുരു ഒരിക്കലും ഒരു വാക്കല്ല. ഗുരുവിനൊരിക്കലും നിങ്ങളെ ചെയ്യാനും പറ്റില്ല. ഗുരുവുമായി പതിഞ്ഞ് നിങ്ങൾക്ക് അലിയാനേ സാധിക്കുള്ളൂ. അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു മാർഗമാണ് ആദിപ്രാണ എന്ന് പറയുന്നത്. ജീവിതത്തിനെ ഓരോ നിമിഷവും പരമാനന്ദം എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്തു പോകാനായിട്ടുള്ള ഒരു ക്രമീകരണ രീതിയാണ് ആദിപ്രാണ എന്ന് പറയുന്നത്. നമസ്കാരം.